അടിപൊളി. എന്തോ പറയുന്നതിനോടാ ഒരുപാട് റിവ്യൂ പറയാനുള്ള അത്രയും നമ്മൾ വളർന്നിട്ടില്ല ഈ സിനിമയ്ക്കൊന്നും. ഇത്രയും കാലങ്ങൾക്ക് ശേഷം വീണ്ടും റീ റിലീസ് ചെയ്തിങ്ങനെ കാണുമ്പോൾ തന്നെ വാക്കുകൾ ഒരു പതറയുടെ എന്ത് പറയാനോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ അത്രയും ആ മനുഷ്യനെ ഇത്രയും താഴ്ത്തപ്പെട്ട ഒരു സിനിമ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റിലീസ് വന്ന് ഇത്രത്തോളം ഒരു തിയേറ്റർ ഫുൾ, അതായത് സിനിമ കഴിഞ്ഞിട്ട് പോലും കാണികൾ എണീറ്റ് പോകുന്നില്ല, അത്രത്തോളം ഓളമാണ് ദേവദൂത് നമുക്ക് തരുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ആഗ്രഹിച്ചാണ് അത് കണ്ടപ്പോൾ വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അത് തിയേറ്ററിൽ തന്നെയാണ് കാണണം. 24 വർഷം മുമ്പ് സിനിമ ഇറങ്ങിയപ്പോൾ ഉണ്ടോ? ശരി, ഇഷ്ടപ്പെട്ടോ? മിനിക്ക് എക്സ്പീരിയൻസ് വീട്ടുകാരോട് ചെറുതിൽ വന്ന് കണ്ടാണ്. അന്ന് എനിക്ക് 8 വയസ്സ് 9 വയസ്സായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് വേണ്ടിയാണ് വന്നത്. ഞങ്ങൾ ജെറി സിനിമ പറഞ്ഞ സീനൊന്നും എൻ്റെ പടം നല്ലതാണോ. വളരെ സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ പ്രേക്ഷകരുടെ തെറ്റ് കാരണം മൂല്യം നഷ്ടപ്പെട്ട സിനിമയെ തിരിച്ച് വീണ്ടും അത് റിസർച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇന്ന് അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയെടുത്തപ്പോൾ വളരെ സന്തോഷമുണ്ട്. ശരിക്കും പറയുന്നത് ട്രൂ റിഡംഷൻ ആൻഡ് എ ഗ്രേറ്റ് വിക്ടറി ഫോർ മോഹൻലാൽ സാർ ആൻഡ് സിബി മലൈ സാർ ആൻഡ് ഓൾ ദ ലെജൻഡറി ആക്ടേഴ്സ് ടു പെർഫോം ഇൻ ദാറ്റ്. ഈ ചാൻസ് നഷ്ടപ്പെടുത്താതെ മാക്സിമം വന്ന് കാണുക. 24 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ സിനിമയാണല്ലോ. അപ്പോഴും എത്ര വയസ്സുണ്ടായിരുന്നു? എന്നുവെച്ചാൽ ഇന്നും അതിൻ്റെ തനിമ നഷ്ടപ്പെടാൻ നമുക്ക് കാണാൻ പറ്റുന്നു എത്രയോ തവണ. എന്നുവെച്ചാൽ കൊച്ചിലെ മുതലേ കണ്ട് വന്ന സിനിമയാണ്. എന്നിട്ടും ഇപ്പോഴും തിയേറ്ററിൽ പോയി കാണുമ്പോൾ അതിൻ്റെ ആ ഒരു പുതുമയും തനിമയും നമുക്ക് നഷ്ടപ്പെടാൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ക്രാഫ്റ്റ് ചെയ്തെടുത്ത സിനിമ സാറിനെയും അത് അഭിനയിച്ചെടുത്ത ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെയും കഴിവ് തന്നെയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഭയങ്കര സന്തോഷമായിരുന്നു. മ്യൂസിക്കൽ എക്സ്പീരിയൻസ് ആണ് അത് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ഈസ്റ്ററ്റിക്കായിട്ടും ഇതിൻ്റെ മാറ്റങ്ങൾ വരുത്തിയാണ് വീണ്ടും റിലീസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര സന്തോഷം. 24 വർഷം മുന്നേ ഈ സിനിമ ഇറക്കിയത് അപ്പോഴുണ്ടോ? ഇല്ല, ഞാൻ ജനിച്ചിട്ട് 24 വർഷമായി. 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണാൻ കഴിഞ്ഞില്ലേ? കാണാൻ പറ്റും. ഭയങ്കര സന്തോഷം. ലാലേട്ടന് വിൻറ്റേജ് ലാലേട്ടൻ്റെ ഒരു രൂപത്തിൽ തിയേറ്ററിൽ കാണാൻ പറ്റും. ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം. എനിക്കന്ന് പടം റിലീസ് ചെയ്യുന്ന 4 വയസ്സ് 5 വയസ്സ് പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലൊരു പടം നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റും. തീരെ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തിയേറ്ററിൽ വന്ന് കണ്ട് അനുഭവിച്ച് ആ ഒരു എന്താ പറയുക ഫ്ലോയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ചില സീൻസ് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സീൻസ്